UK-യിൽ പാകിസ്ഥാൻ വംശജരായ ഗ്രൂമിംഗ് ഗ്യാങ്സ് അവർ ചെയ്തു കൂട്ടിയ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പൈശാചികമായിട്ടുള്ള പ്രവൃത്തികൾ, ഒരുപക്ഷെ ക്രൂരരായ വന്യമൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ. ഈ പറയുന്ന പാകിസ്ഥാൻ വംശജർ, ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പാകിസ്ഥാൻ വംശജർ UK-യിലെ വെള്ളക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് നേരെ, അതും 11, 12, 13 ഒക്കെ വയസ്സുള്ള പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നേരെ കാട്ടിയ ലൈംഗിക അതിക്രമം, ആ വാർത്തകൾ കേട്ട് ലോകം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഒരു ദാരുണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, പതിറ്റാണ്ടുകളായി ഈ സംഭവം UK-യിലെ റോദർഹാം അല്ലെങ്കിൽ ടെൽഫോർഡ് പോലുള്ള പ്രദേശങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ചില വോട്ട് ബാങ്കുകളെ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വംശീയമായിട്ടുള്ള ചില കലാപങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പേടിച്ചുകൊണ്ട് പോലീസ് സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും കണ്ണടച്ചിരുന്നപ്പോൾ UK-യുടെ ആ നഗരപ്രദേശങ്ങളിലെ തെരുവുകളിൽ വീണത് ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ കണ്ണുനീരായിരുന്നു. ഒരുപക്ഷെ UK-യിൽ ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നവർ ഇന്ത്യയിൽ ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രണയ കെണി ഒരുക്കുന്ന ക്രൂരരായിട്ടുള്ള വ്യക്തികളാണ് എന്ന് നാം പറയേണ്ടി വരും. ഈ UK-യിൽ നടന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ, അത് ലോകമെമ്പാടും മറ്റൊരു പേരിൽ ആവർത്തിക്കപ്പെടുന്ന ആ ഒരു സ്ഥിതിവിശേഷം, ഇവരുടെ ഒരു അജണ്ട, പ്രത്യേകിച്ച് ഇതര മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികൾ പുലർത്തേണ്ട ജാഗ്രത, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് റോസ് റോബിൻ. റോസ്, നമ്മൾ ഈ ഒരു വിഷയം ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് UK-യിൽ സംഭവിച്ചത്. വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് എങ്കിലും അതിൻ്റെ ഒരു പരിണിത ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളുകളിലൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമാനമായിട്ടുള്ള രീതിയിൽ, ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ. ആദ്യമേ തന്നെ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള ഒരു സാഹചര്യം, ഈ 97 മുതൽ ഒരു ചില കണക്കുകളൊക്കെ പറയുന്ന 1980-കളുടെ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള ഗ്രൂമിംഗ് ഗ്യാങ്സ് അവിടെ വെള്ളക്കാരായിട്ടുള്ള പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൈംഗിക വൈകൃതങ്ങൾക്കും റേപ്പുകൾക്കും ഒക്കെ വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ ലക്ഷ്യമിട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഒരു പ്രായമാണ് ഏറ്റവും നമ്മെ കരയിപ്പിക്കുന്നത് അല്ലെങ്കിൽ കരളലിയിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ഏകദേശം 11 വയസ്സ് മുതൽ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. ഒരു ഇൻസിഡന്റിൽ ഒരു പെൺകുട്ടി പറയുകയുണ്ടായി, അതായത് ആ പെൺകുട്ടി ഇത്തരത്തിലുള്ള റേപ്പുകൾക്കും ലൈംഗിക വൈകൃതങ്ങൾക്കും വിധേയമാക്കപ്പെട്ട ഒരു ഫ്ളാറ്റിൽ ആ പെൺകുട്ടി 8-9 വയസ്സുള്ള പെൺകുട്ടികളെ വരെ ആ ഒരു ഫ്ളാറ്റിൽ കണ്ടു എന്നാണ് പറയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടികളുടെ കരച്ചിൽ തൊട്ടടുത്ത ബെഡ്റൂമിൽ നിന്നൊക്കെ ഉയർന്ന് കേൾക്കുന്നത് കേട്ടു. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് പ്രണയം നടിച്ച്, നമ്മൾ ഇന്ത്യയിൽ ലവ് ജിഹാദിനെ പറ്റി വലിയ രീതിയിലുള്ളൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്. അതായത് പ്രണയം നടിക്കുക, അതായത് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ നിന്നുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ പേരൻസിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു പരിലാളന കിട്ടാത്ത പെൺകുട്ടികൾ, അവരെ ഇവർ കൃത്യമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രദേശങ്ങൾ, റോഡ്സ്ഡെയിൽ അല്ലെങ്കിൽ റോത്തർഹാം, ടെൽഫോർഡ് പോലുള്ള പ്രദേശങ്ങളിൽ ഇവർ ഈ ടാക്സി ഡ്രൈവർമാരുടെ വേഷത്തിൽ അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് ഡെലിവറി ബോയ്സിന്റെ ഒക്കെ വേഷത്തിൽ ഇവരെ അപ്രോച്ച് ചെയ്യുന്നു, ഇവർക്ക് ഫുഡ് ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു, ടാക്സി ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു, മൊബൈൽ ടോപ്പപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ പയ്യെ ഇവരുടെ ഒരു വിശ്വാസം നേടിയെടുക്കുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്രൂര മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇവരെ മയക്കുമരുന്ന് കൊടുക്കുന്നത്, പലതരത്തിലുള്ള ഡ്രഗ്സ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. കൊക്കൈൻ, ഹെറോയിൻ പോലുള്ള, കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾക്ക് ഇവരെ അടിമകളാക്കുന്നു. അതായത് ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് ഇവരെ എത്തിക്കുന്നു. അതായത് ലഹരിക്ക് അടിമപ്പെടുത്തുന്നു, ഇനി ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയിലേക്ക് ഈ പെൺകുട്ടികളെ എത്തിക്കുന്നു. പിന്നീട് ഇവർ തന്നെ ഇവരെ റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ
കുറെ കൂടി പ്രായമായിട്ടുള്ള വ്യക്തികൾക്ക് ഈ പെൺകുട്ടികളെ കൈമാറുന്നു. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ പെൺകുട്ടികളെ കുരുക്കുന്നത് എന്ന് പറയുന്നത് താരതമ്യേന പ്രായക്കുറവുള്ളവരായിരിക്കും. പിന്നീട് ഇവർ അഡിക്റ്റഡ് ആയി അല്ലെങ്കിൽ ഇവർ ട്രാപ്പിൽ പെട്ടു എന്ന് കഴിഞ്ഞ് അവർ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രായമുള്ള വ്യക്തികൾക്ക് ഇവരെ കൈമാറുന്നു. സെക്സ് പാർട്ടീസിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് റേപ്പിനൊക്കെ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ഇവർ വിധേയരാക്കുന്നു. അപ്പോൾ പല ഇൻസിഡൻസ് നമുക്ക് ചർച്ച ചെയ്യാം, വരുന്ന നിമിഷങ്ങൾ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് കടക്കുമ്പോൾ റോബിൻ, അതായത് ഇവർ അവലംബിക്കുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒന്ന് ഈ പ്രണയം നടിച്ച് ആ ഒരു വിശ്വാസത്തിൽ എടുക്കുന്നു. ഒപ്പം തന്നെ അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ഉണ്ട്. ഇവർ പ്രണയം നടിച്ച് ഇവരെ കെണിയിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ പയ്യെ ഇവരുടെ പേരൻസിൽ നിന്ന് ഇവരെ അകറ്റാൻ നോക്കുന്നു. അതായത് ഇവരുടെ പേരൻസിൽ നിന്ന് ഇവരെ അകറ്റുന്നു, പേരൻസിനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ഇവർ മാത്രമാണ് നല്ലത് എന്ന ഒരു ചിന്ത ഇവരിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇവരെ എന്തോ വലിയൊരു ഇവരെ എന്തോ ആരാധനമൂർത്തികളായിട്ട് കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു, ഡ്രഗ്സ് കൊടുക്കുന്നു, പിന്നെ റേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയല്ലേ ഈ പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഈ തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഗൂഢസംഘങ്ങൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ആ ഒരു സംഘടനകളൊക്കെ അവലംബിച്ചത് ഈ ഒരു സെയിം പാറ്റേൺ അല്ലേ? UK ഗ്രൂമിംഗ് ഗ്യാങ്സ് ആണെങ്കിൽ ഇന്ത്യയിൽ ലവ് ജിഹാദ്, അല്ലെങ്കിൽ ഈ നെതർലാൻഡ്സ് പോലുള്ള പ്രദേശങ്ങളിൽ ലവർ ബോയ്സ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ പെൺകുട്ടികളെ വെറും ഒരു മാലിന്യ വസ്തുക്കളായ ഒരു കമ്മോഡിറ്റി ആയിട്ട് കാണുന്നു. തങ്ങളുടെ തീവ്രവാദ ആശയങ്ങൾ നടപ്പാക്കാനുള്ള വെറും ഒരു വിൽപ്പന ചരക്കായി കാണുന്ന ഒരു സ്ഥിതിവിശേഷം അത് തന്നെയല്ലേ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ കൃത്യമായി നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് എന്നാണ്. പക്ഷേ പിന്നീട് നമ്മൾ ഈ തീവ്രവാദത്തെക്കുറിച്ച്, ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കുന്നത്. കാരണം വളരെ ക്രൂരമായിട്ട് ഒരു ആസൂത്രിത സ്വഭാവത്തോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഇംപ്ലിമെന്റ് ചെയ്ത, കൃത്യമായ ആസൂത്രണത്തോടെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സാധനം തന്നെയായിരുന്നു ഈ ലവ് ജിഹാദ്. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. കേരളത്തിലെ ലവ് ജിഹാദിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പെൺകുട്ടികളെ മയക്കുമരുന്ന് കൊടുക്കുന്നു, ആ മയക്കുമരുന്ന് കൊടുത്ത് അതുപോലെ അവരെ വീഴ്ച ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, പല ആളുകൾ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സംഭവം കേരളത്തിലുണ്ടായി. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നമ്മൾ ഇവിടെ ആ ഇൻസിഡന്റുകൾ എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ പോലും ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പെട്ട അതിന്റെ ഘടകകക്ഷികൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ സമ്മതിക്കാൻ തയ്യാറായില്ല. ഇതേ കാര്യം തന്നെയാണ് ബ്രിട്ടനിൽ സംഭവിച്ചത്. അവിടെ ഇതേ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ ഭരിച്ചത്. അതുകൊണ്ട് 1997 മുതൽ 2008 വരെ ആയിരക്കണക്കിന് പെൺകുട്ടികൾ, ഏറ്റവും ഈ 11 വയസ്സ് മുതലുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് സെക്യുലറിസത്തിന്റെ ഒരു രീതിയിലൂടെയാണ് അവർ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ വസ്തുത എന്ന് പറയുന്നത്. സെക്യുലറിസം മാത്രമല്ല, അത് റേസിസ്റ്റ് സ്വഭാവം, അതായത് ഏഷ്യൻ വംശജർക്കെതിരെ കേസെടുക്കാൻ മടിക്കുന്നു. പക്ഷെ അവര് തന്നെ ഇതേ ഗവൺമെന്റുകൾ ഇതിനെ റേസിസ്റ്റ് സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞ ആ തലം എന്താണെന്നാണ് നമ്മൾ ശരിക്കും പരിശോധിക്കുക. അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് എന്ന് വെച്ചാൽ 2008 ഇതിനെക്കുറിച്ചുള്ള ബ്രിട്ടനിൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ഒരു പരാതി എത്തുന്നത്. ആ പരാതി എത്തിയപ്പം ഈ ആദ്യം പരാതികൾ എത്തിയപ്പോൾ ഇവർ പറഞ്ഞിരുന്നത്, ഈ പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നത്, ഈ പെൺകുട്ടികളുടെ ഈ ആരോപണങ്ങളിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് ഇതിനെ തള്ളി. പിന്നെ അവർ പറഞ്ഞൊരു കാര്യം, ഇവര് ഒരു എന്താ പറയാ, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആളുകളുടെ പുറകെ പോകുന്നതാണ്, സെക്സിന് വേണ്ടിയിട്ട് പോകുന്നതാണ്, അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇവർ ഇതിനെ മുഴുവൻ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം 2008 ഇതുപോലെ ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു ആരോപണമായിട്ട് വരുന്നു. അപ്പൊ പോലീസ് ഇവരുടെ മൊഴി എടുക്കുന്നു. അപ്പോൾ ഇവര് തെളിവായിട്ട് കൊടുത്തത്, ഈ പെൺകുട്ടി കൊടുത്തത്, ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെ ഇതുപോലെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് തെളിവായിട്ട് അണ്ടർവെയർ കൊടുത്തു. ഈ പെൺകുട്ടി പോലീസുകാർക്ക് പെൺകുട്ടിയുടെ അണ്ടർവെയർ കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് DNA കണ്ടെത്തിയിട്ട് 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കുന്നു. അവിടെ പെൺകുട്ടിയുടെ വാദത്തിന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഈ കേസ് ഇവർ ഒഴിവാക്കി കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ആ ഒരു 9 മാസത്തിനിടയിൽ ആ പെൺകുട്ടി വീണ്ടും 21 ആളുകൾ പിന്നെയും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഈ കേസ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ പെൺകുട്ടി, ഈ മുസ്ലിം തീവ്രവാദികൾ ഈ പെൺകുട്ടിയോട് പറഞ്ഞൊരു കാര്യം, ഈ പീഡിപ്പിക്കുന്നതിന്റെ കാര്യം പറഞ്ഞ് അവിടെ വെച്ചാണ് ഇതിന്റെ റേസിസ്റ്റ് സ്വഭാവത്തിലേക്ക് ഇത് കടക്കുന്നു എന്ന് ബ്രിട്ടന് പറയേണ്ട അവസ്ഥ ഉണ്ടായത്. എന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറഞ്ഞത് എങ്ങനെയാണ്,
One of the victims reported the abuse to police in August 2008, stating that she was being given alcohol and raped by multiple men. ആൽക്കഹോൾ കൊടുത്ത് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുത്ത് പീഡിപ്പിക്കുന്ന പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ 11-12 വയസ്സുള്ള കുട്ടികളെയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അതിനുശേഷമുള്ള പെൺകുട്ടികളെ, അതിന് മുന്നോട്ട് പ്രായം കൂടുന്തോറും ഇവർക്ക് കൊടുക്കുന്ന ആൽക്കഹോള്, ഡ്രഗ്, നമുക്ക് ആലോചിച്ച് നോക്കണം. 1997 കാലഘട്ടം. അപ്പൊ ആൽക്കഹോൾ അന്ന് ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കഹോള്, ഡ്രഗ് ഇത് കൊടുത്താണ് ഇവരെ വീഴിക്കുന്നത്. അപ്പോൾ അതാ പെൺകുട്ടി പറഞ്ഞത്, ആൽക്കഹോൾ കൊടുത്ത് ഒരുപാട് ആളുകൾ എന്നെ പീഡിപ്പിച്ചു. ഷീ പ്രൊവൈഡഡ് പോലീസ് വിത്ത് ഹെർ അണ്ടർവെയർ. അത് അണ്ടർവെയർ വെച്ച് അത് ഇത് കൊടുക്കുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞത്, ദാറ്റ് പെർപെട്രേറ്റർ ടോൾഡ് ഹെർ ഹി വാസ് ഡൂയിങ് നത്തിങ് റോങ്. അയാൾ പറഞ്ഞ് ഞാൻ ഒന്നും മോശമായിട്ട് ചെയ്യുന്നില്ല. ഡെലിവറിങ് ഹെർ ടു ന്യൂമറസ് മെൻ ഫോർ സെക്സ്വൽ അബ്യൂസ്. ഒരുപാട് ആളുകൾക്ക് ഈ പെൺകുട്ടിയെ സെക്സ്വൽ അബ്യൂസിന് കൊടുക്കുന്നതിൽ എനിക്ക് കുറ്റബോധമില്ല. കാരണം ഇൻ ഹിസ് കൺട്രി യു ആർ അലൗഡ് ടു ഹാവ് സെക്സ് വിത്ത് ഗേൾസ് ഫ്രം ദ ഏജ് ഓഫ് 11. അതാണ് അതിനുള്ളിൽ. അവിടെ വെച്ചാണ് ഇത് റേസിസ്റ്റ് സ്വഭാവമുള്ളതാണെന്ന് ഇവർ പറയുന്നത്. കാരണം ഈ രാജ്യങ്ങളിലെ അവർ പറയുന്ന ഒരു കാര്യമാണ്, കോടതിയിൽ പറയുന്ന കാര്യമാണ്. ഈ പെൺകുട്ടികളോടെല്ലാം പറഞ്ഞ കാര്യം കോടതിയിൽ പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാല് 11 വയസ്സ് മുതലുള്ള പെൺകുട്ടികളുമായിട്ട് സെക്സ് ചെയ്യുന്നതിൽ ഞങ്ങളുടെ രാജ്യത്തുള്ള ആളുകൾക്ക് കുഴപ്പമില്ല, ഞങ്ങളുടെ നിയമത്തിന് കുഴപ്പമില്ല. ഞങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഇസ്ലാമിക് ലോ ആണ് ഫോളോ ചെയ്യുന്നത്, അവർക്ക് കുഴപ്പമില്ല. അതാണ് ഇവർ ഇതിന് റീസൺ ആയിട്ട് പറയുന്നത്. അവിടെ വെച്ചാണ് എത്തിനിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇതിന് ബ്രിട്ടന് തന്നെ, ഇതുപോലെ സെക്യുലർ ആയിട്ടുള്ള ഒരു ബ്രിട്ടന് തന്നെ സമ്മതിക്കേണ്ടി വന്നത്. ഇതിനുള്ളിൽ കൃത്യമായിട്ട് ഇതേ രാജ്യങ്ങളിൽ വന്ന ആളുകളുടെ എത്തിനിസിറ്റി പ്രധാനപ്പെട്ടതാണെന്ന് പറയും. കാരണം അതുപോലെ എത്തിനിസിറ്റി പറയരുതെന്ന് പറഞ്ഞ് ലോ ഉള്ളത് കൊണ്ടാണ്. കാരണം അതിനുശേഷം ഇത് നടക്കുന്ന സമയത്ത്, ഈ വിചാരണ നടക്കുന്ന സമയത്ത് ഇതിൽ ഒരാള് ജഡ്ജിയെ വിളിക്കുന്നതാണ് റേസിസ്റ്റ് ബാസ്റ്റഡ് എന്ന് വെച്ചാൽ അതുപോലെ ഇവർ ആ റേസിസം എന്ന് പറയുന്ന ബ്രിട്ടന്റെ നിയമത്തെ ഇവർ അതുപോലെ ഉപയോഗിച്ചു. അതുപോലെ എന്ന് വെച്ചാൽ ഇവരെ കേസുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇവർ പറഞ്ഞു. അതുപോലെ പിന്നെ മറ്റൊരു കാര്യം ഇവർ പറഞ്ഞതാണ്, ഈ റേസ് എങ്ങനെ ഇഷ്യൂ ആയി വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം പറയുന്നത്. ഇവർക്ക് ഈ പെൺകുട്ടികള് നടന്നു പോകുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദ റേഷ്യലി ലോഡഡ് ഇൻസൾട്ട്സ് ഓഫ് ദ പെർപെട്രേറ്റേഴ്സ് ടുവേർഡ്സ് ദെയർ വിക്ടിംസ് ഇൻക്ലൂഡ് ക്ലെയിംസ് ദാറ്റ് Western society allowed young girls to parade on the streets where men could take advantage of them. എന്ന് വെച്ചാൽ പർദ്ദയിടാതെ ഒരു പെൺകുട്ടി ഇവന്മാരുടെ മുന്നിൽ കൂടെ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർക്ക് തോന്നുന്നത് അവർ ഞങ്ങളുടെ മുന്നിൽ കൂടെ ഈ ഫാഷൻ ഷോ നടത്തുന്ന പോലെ ഞങ്ങളെ പീഡിപ്പിക്കൂ എന്ന് പരേഡ് ചെയ്ത് നടക്കുന്ന പോലെയാണെന്ന് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മെന്റലി, മാനസികമായിട്ട് അതുപോലെ ജീർണത ബാധിച്ച ഒരു കൂട്ടം ആളുകളാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ട് ബ്രിട്ടനിൽ നടന്നത്. എന്ന് വെച്ചാൽ ഓർക്കണം, സെക്യുലർ സ്റ്റേറ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 1400ഓളം പെൺകുട്ടികളെയാണ് നിലവിൽ കൃത്യമായി നമ്പർ പറയുന്നതെങ്കിലും ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇതുപോലെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏകദേശം 11 വയസ്സ് മുതലുള്ള സാധാരണ പെൺകുട്ടികൾ പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത് ബ്രിട്ടനെ പിടിച്ച് കുലുക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് ഈ ലോ എൻഫോഴ്സ്മെന്റ് അന്നത്തെ ഈ ഇതിന്റെ ഡയറക്ടറായിട്ട് ഇരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് എന്റെ സമയത്താണ് ഇത്രയും ഇൻസിഡന്റുകൾ പുറത്തു വന്നത് എന്നുള്ളത്. പക്ഷേ ഇതിനെ പോലീസ് അതിനെ കൈകാര്യം ചെയ്ത രീതി വളരെ മോശമായിട്ടാണ്. വളരെ ഇവർക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അവരുടെ കൃത്യവിലോപം നിമിത്തമാണ് ഇത്രത്തോളം പെൺകുട്ടികൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഓക്കെ, അത് റോബിൻ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് കേരളത്തിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് സമാനമായിട്ട്. അതായത് എടുത്തു പറയേണ്ട ഒരു സാധനം കൂടിയുണ്ട്. എന്ന് വെച്ചാല് കേരളത്തിൽ ഇതുപോലെ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയാകുന്നുവെന്ന് ഇവിടെയുള്ള സഭയടക്കമുള്ള സംവിധാനങ്ങൾ പറഞ്ഞപ്പോൾ ഈ നേതാക്കന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും തീവ്രമായിട്ടുള്ളത്. അവർ പറഞ്ഞത് ഈ കുടുംബത്തിൽ മര്യാദയ്ക്ക് വളർത്താത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇതുപോലെ പോകുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ അവരുദ്ദേശിച്ചത് കുടുംബത്തിൽ ഇത് തന്നെയാണ്. ഈ തീവ്രവാദികൾ, ഈ പാകിസ്ഥാനിൽ നിന്ന് അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന് ബ്രിട്ടനിലേക്ക് വന്ന തീവ്രവാദികൾ ഇതേ കാര്യമാണ്. കാരണം പരേഡ് ചെയ്യുന്ന പോലെ പരേഡ് ചെയ്യാൻ പാകത്തിൽ പെൺകുട്ടികളെ മാതാപിതാക്കന്മാർ പറഞ്ഞു വിടുന്നു, ആണുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ എന്ന് അവർ പറഞ്ഞു വെച്ചു. അതിനകത്ത് പോലീസും ഇക്കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. പോലീസ് ഈ ഒരു 12 വയസ്സുള്ള പെൺകുട്ടീനെ പലതവണ ഈ പറയുന്ന വ്യക്തികൾ റേപ്പ് ചെയ്തപ്പോൾ പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ തവണയും ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ ഒരു സെക്സിന് വിധേയമായത് എന്ന രീതിയിൽ പറയുന്നു. വേറൊരു കേസിൽ ഈ പറയുന്ന ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ പേരൻസ് ഇവരെ റേപ്പ് ചെയ്ത ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ട്രാക്ക് ചെയ്ത് അവിടെ എത്തിയപ്പോൾ ഈ ഇര തന്നെ പ്രതിയാവുന്ന രീതിയിൽ
കോടതിയിലേക്ക് പോലീസ് കേസ് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ ലവ് ജിഹാദ് കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ നിയമസഹായം തേടി എത്തുമ്പോൾ, പോലീസ് സംവിധാനങ്ങളുടെ ഒക്കെ പക്കൽ എത്തുമ്പോൾ അവിടെ നിന്നും ഇരകൾക്ക് ലഭിക്കുന്ന തിരിച്ചടി പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് തന്നെയാണ് ഈ ഗ്രൂമിംഗ് ഗാങ്സിന്റെ കേസിലും ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഇരകൾക്ക് നേരിടേണ്ടി വന്നത്. അല്ല, അത് വളരെ കൃത്യമാണ്. കാരണം ഇതിന്റെ ഉള്ളിൽ ഈ ബ്രിട്ടനെ സംബന്ധിച്ച് ഒന്ന് ലോ എൻഫോഴ്സ്മെന്റിന്റെ നെഗ്ലിജൻസ്, ഒന്ന് രാഷ്ട്രീയക്കാരുടെ നെഗ്ലിജൻസ്, അതുപോലെ തന്നെ പെൺകുട്ടികൾ ഇതുപോലെ സെക്സിന് വേണ്ടി അങ്ങോട്ട് പോകുന്നതാണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇവർ കുടുക്കിയ സംഭവങ്ങളൊന്നുമില്ല. ഇതേ കാര്യം തന്നെ നമ്മുടെ ഇവിടെ സംഭവിച്ചു. ഇവിടെ നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് കൃത്യമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്തില്ല. രണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഈ തീവ്രവാദികളുടെ കൂടെ നിന്നു. ലേബർ പാർട്ടിയുടെ വോട്ട് ബാങ്ക്, അതും പറയുന്നത്. അതെ, പല രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ബാങ്കാണ്. ഈ തീവ്രവാദികളുടെ കൂടെ നിന്നു ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അതുകൂടാതെ തന്നെ ഇവിടുത്തെ തീവ്രവാദികൾ എന്ത് ചെയ്തു? മയക്കുമരുന്ന് കൊടുത്ത് ഇവിടുത്തെ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുകയും അങ്ങനെയെല്ലാം ചെയ്ത് ഇവരെ കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. അത് കറക്റ്റാണ് റോസ്. നമ്മൾ അതിനകത്ത് വേറൊരു ആസ്പെക്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള ദുരവസ്ഥ നേരിടേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഭീഷണികളുടെ ഒരു സ്വരമുണ്ട്. ഒരു കേസിൽ നാം വായിച്ചതാണ്. അതിനകത്തൊരു പെൺകുട്ടിയുടെ അമ്മ ഈ ഒരു വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം പോലീസിനെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിനെ വിളിച്ചതിന് ശേഷം ഈ പറയുന്ന റേപ്പിന് അല്ലെങ്കിൽ ഈ വേട്ടക്കാരുടെ ഭാഗത്ത് നിൽക്കുന്നവർ ഒരു ഗ്യാങ് ആയിട്ട് വന്നിട്ട് ആ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ വീട് പെട്രോൾ ബോംബ് ഒഴിച്ച് കത്തിക്കും എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണി. അപ്പോൾ അത്തരത്തിലുള്ള ചില ഇൻസിഡൻസ് കൂടി നമ്മൾ ഈ വിഷയം പഠിച്ചപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി. പ്രത്യേകിച്ച് ഒരു ലൂസി ലേ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെയൊക്കെ ഒരു ഇൻസിഡന്റ്. 14-ാമത്തെ വയസ്സിൽ ഈ റേപ്പ് ചെയ്യപ്പെട്ട് പ്രഗ്നന്റ് ആക്കി അതിനുശേഷം ഒരു കൂട്ടക്കൊലയ്ക്കൊക്കെ വിധേയമാകേണ്ടി വന്ന ഒരു പെൺകുട്ടി. അത്തരത്തിലുള്ള നിരവധി എന്താ പറയുക, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കരഞ്ഞു പോകുന്ന നിരവധി ഇൻസിഡൻസ് അല്ലേ? ഈ മോഡേൺ യൂറോപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹെയ്നസ്, ഏറ്റവും നികൃഷ്ടമായ, ഏറ്റവും പൈശാചികമായ ഒരു റേപ്പ് സീരീസിനാണ് ഈ ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ചത്. 1997 ആരംഭിച്ച് 2013 വരെ ആ ഒരു സീരീസ് ഇത് ഇന്നും തുടരുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പക്ഷെ ആ കാലയളവിലെ റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതൊരു മുൻപന്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ റിപ്പോർട്ടുകൾ. അപ്പൊ ആ സമയത്ത് 16 വർഷത്തോളം ഈ 1400 പെൺകുട്ടികൾ അവരനുഭവിച്ച ആ ഒരു, ഇന്നും അവരതിന്റെ അവരതിന്റെ ട്രോമയിൽ അവരിന്ന് തുടരുകയാണ്. ഇപ്പോഴും മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നൊരു സാഹചര്യത്തിലാണ് ആ പെൺകുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവര് ഡ്രഗ് അഡിക്ട്സ് ആയി മാറി. അവർക്ക് അവരുടെ ജീവിതം തന്നെ, അവരുടെ ഭാവി, അവരുടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ അവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ 2006 ഒരു ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിൽ സോഫി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെ ഒരു ഗ്രേവ് യാർഡിൽ വെച്ച് റേപ്പ് ചെയ്തു എന്നൊരു കംപ്ലൈന്റുമായിട്ട് വരുന്നു. അപ്പൊ ആ പോലീസ് ഓഫീസർ അവിടെ വെച്ച് അപ്പൊ തന്നെ പറയുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ടിനെ കൂട്ടി വന്നാൽ മാത്രമേ ഇതൊരു കേസായിട്ട് പരിഗണിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ പെൺകുട്ടി അവിടെ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പൊ അവിടുന്ന് 2 പേര് അവളെ എസ്കോർട്ട് ചെയ്തു പുറത്തേക്ക്. ഒരു കാറിൽ കയറ്റി അവളെ കൊണ്ടുപോയി 2 പേര് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ആ കാറിന്റെ ഉള്ളിൽ വേറൊരാൾ കൂടി ജോയിൻ ചെയ്തു. ആ 3 പേര് ചേർന്ന് കാറിൽ വെച്ച് അവളെ വീണ്ടും റേപ്പ് ചെയ്യുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് പിന്നെ അവർ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസ് ആൻഡ് ത്രോ സിസ്റ്റമാണ്. പെൺകുട്ടികളെ ശരിക്കും കച്ചവട ചരക്ക് പോലെ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്ട്രീറ്റിൽ ഉപേക്ഷിച്ചു പോവുകയാണ്. ഈ സ്ട്രീറ്റിൽ വെച്ച് അവള് സർവാർ അലി എന്ന് പറയുന്ന വേറൊരാളോട് ഒരു ഹെൽപ്പിന് വേണ്ടി, തനിക്കൊരു ഹെൽപ്പിന് വേണ്ടി അവളൊരു സഹായം ചോദിക്കുകയാണ്. അപ്പൊ അയാള് ചെയ്തത്, അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവള് വീണ്ടും റേപ്പ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് അവള് വീണ്ടും ഡംപ് ചെയ്യപ്പെടുകയാണ്, പുറത്തേക്ക് ഡംപ് ചെയ്യപ്പെടുന്നു. അവിടെ വെച്ച് വേറൊരാള് അമൻ ഷക്കീൽ ചൗധരി എന്ന് പറയുന്ന ഒരാള് അവളെ വീണ്ടും അവിടെ വെച്ച് തട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് 4 പേര് വേറെ ചേർന്ന് ഇവർ 5 പേര് ഇവളെ മാറി മാറി വീണ്ടും റേപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതിലുള്ള ഒരു ആസൂത്രണം നമ്മൾ മനസ്സിലാക്കണം. ഒരാള് ഉപയോഗിക്കുന്നു, വലിച്ചെറിയുന്നു, അവിടെ നിന്ന് അടുത്തയാൾ അവളെ പിക്ക് ചെയ്യുന്നു. അപ്പൊ ഇതൊരു പ്ലാൻഡ് ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ലോ ആൻഡ് ഓർഡറിന്റെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ 2003 മാഞ്ചസ്റ്ററിൽ വെച്ച് വിക്ടോറിയ ഗോഖലെ എന്ന പെൺകുട്ടി റിപ്പീറ്റഡ് ആയിട്ട് ഡ്രഗ് ഇൻഫ്യൂസ് ചെയ്ത് അവളെ റിപ്പീറ്റ് ആയിട്ട് റേപ്പ് ചെയ്തു. റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്ക് വീണ്ടും ഹെറോയിൻ ഓവർ ഡോസിൽ ഇഞ്ചെക്ട് ചെയ്ത് പിന്നെ അവൾ അതേ തുടർന്ന് മരണപ്പെടുകയാണ്. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ മിസ്സിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ്. അവരെവിടെയാണെന്നോ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴും അജ്ഞതയിൽ തുടരുകയാണ്. 2003 ബ്ലാക്ക് പൂളിൽ വെച്ച് 14 വയസ്സുള്ള ചാർലിൻ ഡൗൺസ്, അവളെ പറ്റി ഇപ്പോൾ യാതൊരു അറിവുമില്ല, അവളുടെ മിസ്സിംഗ് ആണ്. അതുപോലെ ടെൽഫോർഡിലാണ് ഈ പറഞ്ഞ ജോർജി മുമ്പ് പറഞ്ഞ ലൂസി ലോ എന്ന പെൺകുട്ടി 12 വയസ്സ് മുതൽ ആഷർ അലി മെഹ്മൂദ് എന്ന ആളുടെ ഗ്രൂമിങ്ങിന് വിധേയമായിക്കൊണ്ട് അവള് റിപ്പീറ്റഡ് റേപ്പ് ചെയ്യപ്പെട്ട അവള് 14-ാം വയസ്സിൽ ഇവള് പ്രഗ്നന്റ് ആവുകയാണ്.
പിന്നെ 16-ാം വയസ്സിൽ ഇവള് വീണ്ടും ഇയാളിൽ നിന്ന് തന്നെ രണ്ടാമത് പ്രഗ്നന്റ് ആവുകയാണ്. അപ്പൊ അവിടെ വെച്ച് ഈ ആള് ഇവളെ ഭീഷണിപ്പെടുത്തി, ഇതിന്റെ ഈ റേപ്പിന്റെ ഒക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവളെയും ഇവളുടെ ഗർഭസ്ഥ ശിശുവിനോടൊപ്പം തന്നെ ഇവളെയും ഇവളുടെ അമ്മയും ഇവളുടെ സഹോദരിയും കൊലപ്പെടുത്തുകയാണ്. പിന്നെ ഇവൾക്ക് ശേഷിച്ച ആദ്യത്തെ കുട്ടിയാണ് ഇതെല്ലാം പിന്നീട് വെളിപ്പെടുത്തുന്നതും ഇതൊരു കേസാക്കി മാറ്റുന്നതും ഒക്കെ ആ പെൺകുട്ടിയാണ്. പക്ഷെ ഇതിന്റെയും ഒരു ഫലം എന്ന് പറയുന്നത്, ഇത് കോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം ഈ മർഡറിന്റെ പേരിൽ മാത്രമാണ് ഇയാൾക്കെതിരെ കേസ് ജീവപര്യന്തം തടവ് വിധിച്ചത്. അല്ലാതെ ഇതൊരു സെക്സ് ക്രൈമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അതിന്റെ പേരിൽ ഒരു നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇറങ്ങി അത് ഈ സെക്സ് ക്രൈമിന്റെ പേരിൽ ഇവിടെ ഒരു നടപടിയും ഇയാൾക്കെതിരെ എടുത്തിട്ടില്ല. ഇത്രയും ബ്രൂട്ടലായിട്ട് വയലന്റ് ആയിട്ടുള്ള റേപ്പുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് പറയാൻ പോലും പറ്റില്ല, ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പോലും പറ്റാത്ത രീതികളിലുള്ള ബ്രൂട്ടൽ റേപ്പുകൾക്കാണ് ഈ പിഞ്ചു പെൺകുട്ടികളെ വിധേയരാക്കുന്നത്. എന്നിട്ട് ഇവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അവര് സ്വയം അവരുടെ കൺസെന്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് ഈ പറയുന്നത്. പക്ഷെ ഈ 11-12 വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് കൺസെന്റ്, അവരുടെ കൺസെന്റ് കിട്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ആ ന്യായീകരണം തന്നെ അതിൽ തന്നെ ഒരു ഇല്ലോജിക്കലാണ്. 2010 ഇങ്ങനെ ഒരു കേസിന്റെ ആദ്യമായിട്ട് 1997 തുടങ്ങിയതാണ് എന്ന് ഓർക്കണം. എന്നിട്ട് 2010 ഇങ്ങനെ ഒരു കേസ് ആദ്യമായി കോർട്ടിൽ എത്തുന്നത്. എന്നിട്ട് 2014 ഇതിന്റെ പേരിൽ ഒരു ഓപ്പറേഷൻ സ്റ്റോവുഡ് എന്നൊരു നടപടി എടുത്തു. അവരാണ് പിന്നെ ഇതിന്റെ എൻക്വയറി ഒക്കെ നടത്തിയത്. അതിൽ 200 ഓഫീസേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 1367 ക്രൈം റെക്കോർഡ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തത് 209 പേരെ. 1080 അതിജീവിതരെ ഇവര് രക്ഷിച്ചു. എന്നിട്ടും ഈ 209 പേരെ അറസ്റ്റ് ചെയ്തതിൽ ആകെ കൺവിക്റ്റഡ് ആക്കിയത് 20 പേരെ മാത്രമാണ്. ഇത്രയും 1400 പെൺകുട്ടികള് ഇത്രയും ക്രൂരമായിട്ട് ലണ്ടനിൽ ഈ ആധുനിക കാലത്ത് ഇത്രയും ഹെയ്നസ് ആയിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ട് ആകെ 20 പേരാണ് ഇതിന്റെ പേരിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും ഒരു വളരെ ശോചനീയമായ, വളരെ പരിതാപകരമായ ഒരു കാര്യമായിട്ട് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഇവർ നടത്തിയ കേസുകളുടെ എണ്ണം, നമുക്ക് ഈ റോദർഹാമിൽ തന്നെ ആ ഒരു പ്രദേശത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5 ലക്ഷത്തോളമാണ് അതിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ 2.5 ലക്ഷം പോപ്പുലേഷനുള്ള ആ ഒരു സിറ്റിയിലാണ് 1500 പെൺകുട്ടികളെ ഇവർ ഈ റേപ്പിനും സെക്ഷൽ ഒരു ദുരുപയോഗത്തിനും വിധേയാക്കിയത്. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു പ്രദേശത്തിന്റെ ഡെമോഗ്രഫി തന്നെ, ആ ഒരു പ്രദേശത്തിന്റെ ഒരു സോഷ്യൽ ഒരു ബാലൻസ് തന്നെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവരെ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ കൂട്ടരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് നാർക്കോട്ടിക്സിന്റെ രൂപത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പ്രണയക്കണിയുടെ രൂപത്തിലായിക്കോട്ടെ, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇപ്പൊ ടെൽഫോളിൽ തന്നെയാണെങ്കിൽ 1.5 ലക്ഷത്തോളമാണ് അവിടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ 1.5 ലക്ഷം പോപ്പുലേഷനിൽ 1500ഓളം പെൺകുട്ടികളെയാണ് ഇവർ വർഷങ്ങളായിട്ടും ഈ ലൈംഗിക വൈകൃതങ്ങൾക്കും റേപ്പിനും ഒക്കെ വിധേയരാക്കുന്നത്. ഒപ്പം ഇവരുടെ ഒരു ഭീഷണിയാണ് ഏറ്റവും നമ്മെ പേടിപ്പെടുത്തുന്നത്. അതായത് ഈ പെൺകുട്ടികളെ അവർ ഒരു റൂമിൽ കൊണ്ടുവരുന്നു, മറ്റ് ഒരു പെൺകുട്ടിയെ ഇവർ ഗ്യാങ് റേപ്പ് ചെയ്യുന്നത് ഈ പെൺകുട്ടികളെ ഡയറക്റ്റ് കാണിക്കുന്നു. ഈ പെൺകുട്ടികളുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് ഈ ലൈറ്റർ ഓൺ ആക്കുന്നു, മിണ്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിന്നെ കത്തിക്കും എന്ന് പറയുന്നു, തോക്ക് ചൂണ്ടുന്നു. ഈ പെൺകുട്ടിയുടെ അവസ്ഥ തന്നെയായിരിക്കും നിനക്ക് വരുന്നത് എന്ന കാര്യം പറയുന്നു. ഏറ്റവും കൂടുതൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് ഇവരുടെ മാതാപിതാക്കളെയും ഇവരുടെ സഹോദരങ്ങളെയും ഒക്കെ തീർത്തുകളയും എന്നൊരു ഭീഷണിയിൽ ഇവരെ നിശബ്ദരാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഭീഷണിയുടെ സ്വരം ഡ്രഗ്സിന്റെ രൂപത്തിലൂടെ, പ്രണയത്തിന്റെ രൂപത്തിലൂടെ ഒരു വിഭാഗം പെൺകുട്ടികളെ തന്നെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു ഡെമോഗ്രഫി തന്നെ അത് ഒരു ഇംബാലൻസ് ചെയ്യുന്ന രീതിയിൽ, നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇവർ ഈ ഒരു ആസൂത്രിതമായിട്ട് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്. മറ്റൊരു സ്ഥലത്ത് ഒരു വിക്ടിമിനെ ഒരു പോലീസുകാർ ഇങ്ങനെ കാണുകയാണ്, ഹാഫ് നേക്കഡ് ആയിട്ട് ഒരു പെൺകുട്ടി ഡ്രഗ് യൂസ് ചെയ്ത് കുറെ ഏഷ്യൻ യുവാക്കളുടെ നടുക്ക് ഇങ്ങനെ കിടക്കുന്നത് കണ്ട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തത് ഈ പെൺകുട്ടിയാണ്. അതായത് ഡിസോർഡേർഡ് അവസ്ഥയിൽ ഡ്രഗ് യൂസ് ചെയ്ത് പെൺകുട്ടീനെ കണ്ടെത്തി എന്നും പറഞ്ഞ ആ റേപ്പിസ്റ്റുകളെ വെറുതെ വിടുകയും വെറും 12 വയസ്സുള്ള ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അനാസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നത്തെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ കീർ സ്റ്റാർമറിന്റെ അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിച്ച സമയത്തുള്ള അവിടുത്തെ ആ ഒരു ലിബറൽ ചിന്താഗതിയുടെ ഭാഗം കൂടിയായിരുന്നു. എന്ന് വെച്ചാൽ ആളുകൾക്കെതിരെ നിയമ നടപടി എടുക്കില്ല, പക്ഷെ ഈ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു ഫ്രീ ഒരു ലിബറൽ ഒരു സൊസൈറ്റിയുടെ രീതിയിലാണ് ഇവർ ചിന്തിച്ചത്. പക്ഷെ ഇപ്പോൾ ആ സംഗതി ഇപ്പോൾ യൂറോപ്പിനെ മൊത്തം മാറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് യൂറോപ്പിന്റെ പല രാജ്യങ്ങളിൽ നടന്ന കാര്യമാണിത്. ഇതിപ്പോ ബ്രിട്ടനിൽ അത് പുറത്തു വന്നു, പല രാജ്യങ്ങളിലും, ഇപ്പം ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരുപാട് റേപ്പ് കേസുകൾ ഈ ഏഷ്യൻ വംശജരായിട്ടുള്ള ഇതുപോലെ മുസ്ലിം തീവ്രവാദികൾ നടത്തിയ റേപ്പ് കേസുകളുടെ എണ്ണം ഒരുപാടെണ്ണം. അപ്പൊ അങ്ങനെയാണ് ശരിക്കും പലപ്പോഴും യൂറോപ്പിൽ ഫാർ റൈറ്റ് തീവ്ര വലതുപക്ഷം എങ്ങനെ ഉയർന്നു വന്നു എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
ഇത് ഇപ്പോൾ ബ്രിട്ടനിൽ എന്ന് വെച്ചാൽ 65% സീറ്റുകളോടുകൂടിയാണ് ഇപ്പോൾ ഈ കീർ സ്റ്റാർമറിന്റെ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത്. ആ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് ഇത്രയും തീവ്രമായ ഒരു ആരോപണം ഇപ്പോൾ എലോൺ മസ്ക് ഉന്നയിക്കുകയും അതിനെതിരെ ഇപ്പൊ എന്ന് വെച്ചാൽ അത്രയും ഭൂരിപക്ഷമുള്ള ഒരു പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ കീർ സ്റ്റാർമറിന്റെ പാർട്ടി ഇപ്പോൾ ഏകദേശം വിറയ്ക്കുകയാണ്, പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആണ് എലോൺ മസ്ക് ഇപ്പോൾ തീവ്ര വലതുപക്ഷ നേതാവായിട്ടുള്ള ഈ ടോമി റോബിൻസനെ അയാൾ ജയിലിൽ കിടക്കുന്ന കൂടി ഓർക്കണം. എന്ന് വെച്ചാൽ ഒരു സിറിയൻ തീവ്രവാദിക്കെതിരെ ആരോപണം, ഇത് അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് കോർട്ട് കണ്ടംപ്റ്റിന്റെ അതിന്റെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത്. പക്ഷേ അയാളെയാണ് എലോൺ മസ്ക് ഇപ്പോൾ ഉയർത്തി കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ബ്രിട്ടനിൽ തീവ്ര വലതുപക്ഷം വളരെയധികമായിട്ട് ശക്തി പ്രാപിച്ചിരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇനി ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എലോൺ മസ്ക് ഉയർത്തി കാണിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിക്ക് അവിടെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കീർ സ്റ്റാർമറിന്റെ പാർട്ടി പുറത്തു പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്ന് വെച്ചാൽ ഇനി ഒരിക്കൽ കൂടി നേരത്തെ ഉണ്ടായതുപോലെ ഒരിക്കൽ കൂടി തീവ്ര വലതുപക്ഷം അവിടെ ഇറങ്ങി കലാപം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ കീർ സ്റ്റാർമറിന്റെ പാർട്ടി പുറത്തു പോകേണ്ടി വരും. അതിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ തീവ്ര വലതുപക്ഷം ബ്രിട്ടനിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായത് ഇങ്ങനെ ഇത്രയും തീവ്രമായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ്. ഇപ്പോഴും കീർ സ്റ്റാർമറിന്റെ പാർട്ടി അതിനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. അവർ പറയുന്നത് ലോക്കൽ ഗവൺമെന്റുകളുടെ ചുമതലയാണ് അത് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആരോപണങ്ങൾ ഫാർ റൈറ്റിന്റെ ഒരു സൃഷ്ടിയാണെന്നുള്ള രീതിയിലാണ് സ്റ്റാർമർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്. അയാൾ അങ്ങനെയാണ് പ്രസംഗിച്ചത്. ലൈസാണ്, മൊത്തം ലൈസാണ് പറയുന്നത്, നുണയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ പ്രതികരിച്ചത്. പക്ഷേ ട്രംപും മസ്കും അധികാരത്തിൽ വരുന്നതിനോടനുബന്ധിച്ച് മിക്കവാറും ബ്രിട്ടനിൽ ഭരണമാറ്റം ഏകദേശം കാരണം അതിന് സാധ്യതകൾ ഏതാണ്. കാരണം ഇയാൾക്ക് 35% വോട്ടേ ഉള്ളൂ. സീറ്റ് അത്രയും കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത്രയും വോട്ടേ ഉള്ളൂ. അതിലും കൂടുതൽ അതിന്റെ ഈ 14% വോട്ട് അവിടെ ഫാർ റൈറ്റ് ഉണ്ട്, തീവ്ര വലതുപക്ഷത്തുണ്ട്. അപ്പം ഭരണമാറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്രിട്ടൻ. ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പല ഇൻസിഡൻസ് നമ്മൾ ചർച്ച ചെയ്തു. ഒരു ഇൻസിഡന്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അത്ര ക്രൂരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് നടന്നത്. 2013 ഈ ഓക്സ്ഫോർഡ് ഗ്യാങ് റേപ്പ് കേസിൽ ഈ UK ജഡ്ജിയായ പീറ്റർ റൂക്കിന്റെ ഒരു വിധിന്യായമുണ്ട്. അതിന്റെ ഒരു പകർപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പലപ്പോഴും ഈ UK-ലെ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിന് അല്ലെങ്കിൽ ഈ ഗ്യാങ് റേപ്പ് കേസിൽ ഇൻവോൾവ് ആവുന്നവർ പരസ്പരം കണക്റ്റഡ് ആണ്, ബന്ധുക്കളാണ്, അല്ലെങ്കിൽ കസിൻസ് ആണ്, സഹോദരങ്ങളാണ്. അങ്ങനെ ഒരു പാറ്റേണും കൂടി നമ്മൾ ആ ഒരു കേസ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ ഏകദേശം 5ഓളം വരുന്ന ബ്രിട്ടീഷ് മുസ്ലിം മെന്നെയാണ് അല്ലെങ്കിൽ മുസ്ലിം ആണുങ്ങളെയാണ് കൺവിക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജയിൽ ശിക്ഷ വിധിച്ചത്. അതിൽ തന്നെ ഈ മുഹമ്മദ് കരാർ, ഒപ്പം തന്നെ അയാളുടെ സഹോദരൻ ബാസം കരാർ, ഈ 2 വ്യക്തികൾക്കെതിരെ ഈ കോടതി വിധിന്യായത്തിലെ ആ ഒരു പരാമർശമാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു പരിച്ഛേദനം ഈ കോടതി പരാമർശത്തിലുണ്ട്. അത് തന്നെ മുഹമ്മദ് കരാറിനെതിരെ കോടതി പറഞ്ഞിരിക്കുന്നത് അയാൾ എന്താണ് ചെയ്തതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് 11 വയസ്സുള്ള ആ ഒരു കുട്ടി, ഈ പറയുന്ന മുഹമ്മദ് കരാർ നശിപ്പിച്ച പെൺകുട്ടി ഈ പറയുന്ന വ്യക്തി പരിചയപ്പെടുമ്പോൾ 11 വയസ്സാണ്. ഈ മുഹമ്മദ് കരാറിന് ആ ഒരു സമയത്ത് 32 വയസ്സാണ്. ഈ കൺവിക്ട് ചെയ്യപ്പെടുന്ന സമയത്ത് 38 വയസ്സാണ്. നമ്മൾ ആ ഏജ് ഡിഫറൻസും പലപ്പോഴും അത് വളരെയധികം പഠിക്കേണ്ടതാണ്. 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നത് 38, 40, 50 വയസ്സുള്ള ആണുങ്ങളാണ്, മുതിർന്നവരാണ് റേപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 11ാമത്തെ വയസ്സിൽ ഈ മുഹമ്മദ് കരാർ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ മുഹമ്മദ് കരാർ വരുന്നു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു ഡിസബിലിറ്റി ഉള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട ഒരു ചുമതല കൂടി ഈ പറയുന്ന പെൺകുട്ടിക്കുണ്ട്. 11 വയസ്സ് പ്രായമുള്ള, അത് കോടതി വിധിന്യായത്തിൽ കൃത്യമായിട്ടും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ പേരൻസുമായിട്ട് ഈ പറയുന്ന വ്യക്തി ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിസബിലിറ്റി ഉള്ള പേരൻസ് ആണ്. അപ്പോൾ വീട്ടിൽ ഈ ഡിസബിലിറ്റി ഉള്ള പേരൻസിനെ ഈ മുഹമ്മദ് കരാർ കാണാൻ വരുമ്പോൾ പാരലായിട്ട് തന്നെ ഈ 11 വയസ്സുള്ള പെൺകുട്ടീനെ ഈ പറയുന്ന വ്യക്തി ആദ്യമായിട്ട് റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം മാസങ്ങളെടുത്ത് ഈ പെൺകുട്ടിയെ ഗ്രൂം ചെയ്യുന്നു. അതായത് ആ പെൺകുട്ടിയുടെ വിശ്വാസം ആർജിച്ചെടുക്കുന്നു. അതായത് ഞാൻ മാത്രമാണ് നിനക്ക് രക്ഷകനായിട്ടുള്ളത്. ഓർക്കുക, 30 വയസ്സ് 11 വയസ്സ്, ആ ഏജ് ഡിഫറൻസ് ഓർക്കുക. അങ്ങനെ ഗ്രൂം ചെയ്ത് ആ പെൺകുട്ടിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ വിശ്വാസം നേടിയെടുക്കുന്നു. അങ്ങനെ 11ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയെ ആദ്യമായിട്ട് റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം പീരിയോഡിക്കലി ഈ പെൺകുട്ടീനെ
വീണ്ടും വീണ്ടും പല ദിവസങ്ങളായിട്ട് പല മാസങ്ങളായിട്ട് ഈ പെൺകുട്ടിയുടെ വിശ്വാസം ആർജിച്ചെടുത്തതിന് ശേഷം പല രീതിയിലുള്ള റേപ്പിന് വിധേയരാക്കുന്നു. ഞാനത് വായിക്കുന്നില്ല, അത് വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. വളരെ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു, ഞാൻ നിന്നെ കല്യാണം കഴിക്കും, 15ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കും, ഞാൻ നിന്നെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകും. നമ്മളിത് പറയുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുമായിട്ട് നമ്മളൊന്ന് മനസ്സിലൊന്ന് താരതമ്യം ചെയ്യുക. 15ാമത്തെ വയസ്സിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കും, ഞാൻ നിന്നെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ 15ാമത്തെ വയസ്സിൽ ഈ പറയുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷം വളരെ ഹീനമായിട്ടുള്ള രീതിയിൽ ഒരു ഫോഴ്സ്ഫുൾ അബോർഷന് ഈ പറയുന്ന 15 വയസ്സുള്ള പെൺകുട്ടിയെ ഈ പറയുന്ന വ്യക്തി വിധേയാക്കുന്നു. അപ്പോൾ തന്നെ അറിയാം ഈ പറയുന്ന പ്രണയം ശരിയാണോ അല്ലയോ എന്നുള്ളത്. ഈ വ്യക്തിയുടെ അപ്രോച്ച്, ഈ പെൺകുട്ടിയോടുള്ള അപ്രോച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം പെൺകുട്ടിയെ ഒരു പ്രണയത്തിന്റെ കണ്ണിലൂടെയാണോ അല്ലെങ്കിൽ ഒരു കൊമോഡിറ്റി അല്ലെങ്കിൽ ഒരു മാലിന്യം ആ രീതിയിലാണോ ഈ വ്യക്തി കാണുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ മുഹമ്മദ് കരാറും ഒപ്പം തന്നെ ഈ ബാസം കരാറും എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടീനെ മറ്റുള്ള വ്യക്തികൾക്ക് കാഴ്ചവെക്കുന്നു, സെക്സ് പാർട്ടീസിലേക്ക് കൊണ്ടുപോകുന്നു. അറ്റ് എ ടൈം തന്നെ നിരവധി ആളുകളുമായിട്ട് അല്ലെങ്കിൽ നിരവധി ആളുകൾ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നു. അറ്റ് എ ടൈം ചില 3-4 വ്യക്തികൾ ഒരേ സമയം ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സെക്സ് പാർട്ടീസിലേക്ക് കൊണ്ടുപോകുന്നു, പരിചയമില്ലാത്ത വ്യക്തികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നു, ആ പെൺകുട്ടിയെ റേപ്പിന് വിധേയരാക്കുന്നു. ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് നമ്മൾ നിർഭയ മോഡലിലൊക്കെ നമുക്ക് കണ്ടതാണ്, നിർഭയ റേപ്പ് കേസിലൊക്കെ കണ്ടതാണ്. ഈ പുറമേ നിന്നുള്ള ഈ ഇരുമ്പ് വസ്തുക്കളൊക്കെ അടിച്ച് കയറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അതിനുശേഷം പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഈ പെൺകുട്ടിയെ പലർക്കായിട്ട് കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അല്ല, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണത്. എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ 53ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം ഈ പെൺകുട്ടീനെ 6 ആണുങ്ങൾ ഒരേ സമയം റേപ്പ് ചെയ്യുകയാണ്. ഈ പെൺകുട്ടീനെ 6 ആണുങ്ങൾ ഒരേ സമയം റേപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ആ റേപ്പ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പമ്പൊക്കെ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്തിലേക്ക് അടിച്ചു കയറ്റി 6 ആണുങ്ങൾക്കും റേപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പൊ ആ പെൺകുട്ടിയുടെ വായിൽ ഒരു റെഡ് ബോൾ തിരികെ കയറ്റി എന്നാണ് പറയുന്നത്, ശബ്ദം പുറപ്പെടുവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നീട് ഇതിനെ എതിർക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന വ്യക്തി ചെയ്തൊരു കാര്യമുണ്ട്. നമ്മൾ ഒരിടയ്ക്ക് കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് ടാറ്റു ഒക്കെ അടിക്കുന്ന ഒരു കാര്യം, സമാനമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം ഈ മുഹമ്മദ് കരാർ ചെയ്യുന്നുണ്ട്. അതായത് ഈ പിന്നുണ്ടല്ലോ, ഈ സേഫ്റ്റി പിന്ന്, അത് ചുട്ടു പഴിപ്പിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഈ വ്യക്തി ഒപ്പിടും. മുഹമ്മദ് കരാർ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. സ്വകാര്യ ഭാഗത്ത് ഈ വ്യക്തി ഒപ്പിടും. അപ്പോൾ ഏതൊക്കെ സമയത്ത് ഈ പെൺകുട്ടി ഈ പറയുന്ന സെക്സിനും അല്ലെങ്കിൽ റേപ്പിനും വിധേയമാകാൻ ഒരു മടി അല്ലെങ്കിൽ ഒരു വിസമ്മതം പ്രകടിപ്പിച്ചു, ആ സമയത്തൊക്കെ വളരെ അതിക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ലൈംഗിക പീഡനം. ആ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്തിലേക്ക് ബേസ്ബോൾ ബാറ്റൊക്കെ അടിച്ചു കയറ്റുന്നു. സ്വകാര്യ ഭാഗത്ത് ഈ പറയുന്ന ക്രൂരനായിട്ട് വ്യക്തി തന്നെ ഒപ്പിടുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ. അത് ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞത് ഒരു സാമ്പിൾ മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ആ വ്യക്തി ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ നമുക്കത് ആകുന്നില്ല. അത് നെറ്റിൽ അവൈലബിൾ ആണ്. ഒരു അവിടുത്തെ UK ജഡ്ജ്, ആ വ്യക്തി ജഡ്ജിന്റെ ഒരു വിധിന്യായത്തിൽ ആ വിധിന്യായം നെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പീറ്റർ റൂക്ക് എന്നാണ് പറയുന്നത്. ജഡ്ജ് പീറ്റർ റൂക്ക്, ഓക്സ്ഫോർഡ് ഗ്രൂമിംഗ് ഗ്യാങ് കേസ് എന്ന് പറഞ്ഞ് നെറ്റിൽ അടിച്ചു കൊടുത്തതിന് PDF ആയിട്ട് തന്നെ ആ കേസിൽ ഓരോ വ്യക്തി ആ കേസിൽ ചെയ്ത ക്രൂരതകൾ, നിരവധി പെൺകുട്ടികൾക്കെതിരെ ഇവർ ചെയ്ത ക്രൂരതകളുടെ ആ വിവരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് തോന്നിപ്പോയി ഈ പറയുന്ന വ്യക്തികൾ മനുഷ്യരാണോ അതോ മൃഗങ്ങളാണോ എന്നൊരു കാര്യം. അല്ല, അതാണ് അവരുടെ എത്തിനിസിറ്റിയെ, അതാണ് കോടതി കൃത്യമായിട്ടും എടുത്തു പറഞ്ഞത്. കാരണം ഇത്ര ക്രൂരമായിട്ട് ഇവർ പെരുമാറുന്നതിന്റെ പുറകിലുള്ള കാരണം ഇവരുടെ എത്തിനിസിറ്റി ആണ് എന്ന് ഈ ഗവൺമെന്റിന് എടുത്തു പറയേണ്ട അവസ്ഥ വന്നത്. കാരണം അവരുടെ രക്തത്തിൽ കിടക്കുന്ന സാധനമാണ് ഈ ക്രൂരതകളും. ഇതെല്ലാം ഈ തീവ്രവാദികളുടെ രക്തത്തിൽ കിടക്കുന്ന സാധനമാണ്. ഇവർ ജനിച്ചു വളർന്ന ഇവരുടെ നാടിന്റെ ഇതിന്റെ എല്ലാം ഭാഗമാണ് ഈ ക്രൂരത എന്നുള്ളതാണ്. ഇവർ ചിരിച്ചു കാണിച്ചാലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം, അവരുടെ രക്തത്തിൽ കിടക്കുന്ന സാധനം ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. റോബിൻ, നമ്മൾ ഇതിന്റെ ഒരു ചർച്ചയുടെ ഒരു അവസാന പോയിന്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത ചില എപ്പിസോഡുകളിൽ കൂടി ഈ UK ഗ്രൂമിംഗ് ഗ്യാങ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അതിൻ്റെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ചില ആശയങ്ങളാണ് പങ്കുവച്ചത്. 2021 സെപ്റ്റംബർ മാസത്തിൽ അഭിമന്യ പാലാ പിതാവ് കുറവലങ്ങാട് പള്ളിയിൽ വെച്ച് നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ വാളോങ്ങാൻ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സോക്കോൾഡ് സെക്യുലർ പാർട്ടികളും ഒക്കെ വല്ലാത്തൊരു അഭിവാഞ്ചിയൽ അല്ലെങ്കിൽ വല്ലാത്തൊരു ആവേശമായിരുന്നു. പക്ഷെ അതിനുശേഷം നമുക്കറിയാം ഇപ്പൊ ഏകദേശം ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഇപ്പൊ ഏകദേശം 4 വർഷത്തോളം ആകാൻ പോവുകയാണ്. അത് 4.5 വർഷത്തോളം പിന്നിടുകയാണ്. ഈ 4.5 വർഷം
ഈ കേരളത്തിൽ പിടിക്കപ്പെട്ട ലഹരിക്കടത്തുകളുടെ ഒരു കേസിന്റെ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം പാലാ പിതാവ് പറഞ്ഞതിന്റെ ആ ഒരു ആശയം എന്തടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നത്, അല്ലെ? നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേസിൽ തന്നെ MDMA-യുമായിട്ട് പിടികൂടിയ ഒരു സോഷ്യൽ മീഡിയ വഴി ചതിക്കുഴിയിൽ പെടുന്നു. പെൺകുട്ടി ഒരു വിഭാഗം, ആൺകുട്ടി മറ്റൊരു വിഭാഗം, അല്ലെ? അല്ല, ഇത് കൃത്യമായിട്ട് UK കോടതി ഈ വിചാരണയുടെ സമയത്ത് ഇവരുടെ എത്തിനിസിറ്റിയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്ന് വെച്ചാൽ കൃത്യമായി മതം നോക്കിയാണ് ഈ പീഡനങ്ങൾ നടന്നേക്കുന്നത് എന്നുള്ളത്. കൃത്യമായി മതം നോക്കിയാണ് അവർ പറയുന്നത്. ചിലപ്പെങ്കിൽ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പീഡിപ്പിച്ചിരിക്കാം, പക്ഷേ ഇവിടെ ഈ ഗ്യാങ് ഈ കൃത്യമായി മതം നോക്കി തന്നെയാണ് പിടിപ്പിച്ചത്. അങ്ങനെയാണ് ഇതിനൊരു തീവ്ര സ്വഭാവം വരുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അവിടെ നടന്ന അവിടെ UK നടന്ന ഒരു കേസിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തുടർച്ചയായിട്ടും പല റേപ്പുകൾക്കും പലപ്പോഴും വിധേയാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ബാക്കി വാട്സ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പലതവണ റേപ്പിന് വിധേയായി 11ാമത്തെ വയസ്സ് മുതൽ. ആ പെൺകുട്ടി മരിച്ചതൊരു കാർ ആക്സിഡന്റിലാണ്. ഞാനിത് പറയാൻ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ മാസങ്ങളിൽ കേരളത്തിൽ നടന്ന ചില ആക്സിഡന്റുകളിലെ ചില പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അത് കൂടുതലൊന്നും പറയുന്നില്ല. അത് ഇരകളായത് ആരാണ് അല്ലെങ്കിൽ വേട്ടക്കാരായത് ആരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും വ്യക്തമാണ്. അത് പ്രേക്ഷകരുടെ ഒരു ചിന്തയ്ക്ക് നമുക്ക് വിടാം. ഈ ലഹരിക്കണിയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു ഇൻസിഡന്റ് കേരളത്തിൽ അടുത്ത നാളുകളിൽ നടന്നത് കോഴിക്കോട് സരോവർ പാർക്കിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഒരു പെൺകുട്ടിയെ ഡ്രഗ് കൊടുത്ത് മയക്കിയ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. പിന്നീട് ആ പ്രതി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നതൊക്കെ നമുക്ക് സമകാലിക ഒരു ചരിത്രം നമുക്ക് നൽകുന്ന ഒരു സാക്ഷ്യം തന്നെയാണ്. കോഴിക്കോട് സരോവർ പാർക്ക് നമ്മൾ ആ ഒരു ഇൻസിഡന്റ് പ്രത്യേകം മെൻഷൻ ചെയ്തെന്നുള്ളൂ. അറിഞ്ഞും അറിയാതെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പല ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രണയക്കണിയുടെ മറവിൽ ഈ ലഹരി കുത്തിവെച്ച് പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിക്കും. നമുക്കറിയാം, പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കുടുംബം തന്നെ തകരുകയാണ്. ആ കുടുംബം തകർന്നു കഴിഞ്ഞാൽ ആ കുടുംബം റെപ്രസെന്റ് ചെയ്യുന്ന ആ സമുദായത്തിന്റെ ഒരു അടിത്തറയുടെ ഒരു ഭാഗം തന്നെ ഇല്ലാതാവുകയാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇളക്കി ഒരു സമുദായത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ലഹരിക്കണിയിലൂടെയും പ്രണയക്കണിയിലൂടെയും ഒക്കെ ഒരു കൂട്ടർ, തീവ്ര സ്വഭാവമുള്ള ഒരു കൂട്ടർ നടത്തുന്നത്. UK ഗ്രൂമിംഗ് ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയ ആ ഒരു ചർച്ച വളരെ ഞെട്ടിക്കുന്ന ചില തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഈ തീവ്രവാദികൾ, അത് UK അത് ഇന്ത്യയിലായിക്കോട്ടെ, അത് മറ്റേതെങ്കിലും രാജ്യത്തായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അവരുടെ മോഡസ് ഓഫ് ഓപ്പറാൻഡി ഒന്ന് തന്നെയാണ്. അത് ചിലപ്പോൾ UK ഗ്രൂമിംഗ് ഗ്യാങ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ചിലപ്പോൾ ലവ് ജിഹാദ് എന്ന പേരിലായിരിക്കും, അല്ലെങ്കിൽ ഹോളണ്ടിൽ ചിലപ്പോൾ ലവർ ബോയ്സ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഒപ്പം UK നടന്ന ഈ ഒരു സംഭവം വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ, സ്വാർത്ഥപരമായിട്ടുള്ള ചില അധികാര കൊതിയുടെ പേരിൽ ഈ വംശീയ കലാപം അല്ലെങ്കിൽ വംശീയമായ പ്രശ്നമുണ്ടാക്കും എന്ന ഒരു വാദം ഉയർത്തി വിട്ടുകൊണ്ട് മൃഗീയമായി നടന്ന ഒരു കുറ്റകൃത്യത്തെ മൂടിവെക്കാൻ അവിടുത്തെ ഭരണ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഒത്ത് കളിച്ച ആ ഒരു ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു വസ്തുത തന്നെയാണ് നമുക്ക് ഈ UK ഗ്രൂമിംഗ് ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം നമുക്ക് നൽകുന്നത്. കേരളത്തിൽ ഇതേ വിഷയം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇരകൾ പോലീസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിയമ സംവിധാനത്തെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നേരിടുന്ന ഒരു അവഗണന നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. ഇതൊരു തിരിച്ചറിവാകട്ടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു തിരിച്ചറിവാകട്ടെ. പലപ്പോഴും കാഫിർ എന്നൊരു വിഭാഗത്തെ മാലിന്യമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വെറും ഒരു വിൽപ്പന ചരക്കായി കാണുന്ന തീവ്രവാദ ആശയമുള്ളവരെ അകറ്റി നിർത്താനുള്ള ഒരു മുന്നറിയിപ്പായി UK നിന്നും പുറത്തു വരുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ, ഈ ഒരു വാർത്ത ഇവിടുത്തെ പെൺകുട്ടികൾക്കും ഇവിടുത്തെ യുവജനങ്ങൾക്കും ഒരു തിരിച്ചറിവ് നൽകട്ടെ, മുന്നറിയിപ്പ് നൽകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.